വിചാരിച്ച് പണ്ടേ കഴിക്കാനും കല്യാണം, മനസ്സിലായി. നല്ല രസം, ഒരു ഹായ് വിടുമ്പോഴേക്കും ഒരു ഹോയ് വരുന്നുണ്ട്. പിന്നീട് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. ഞാൻ വെച്ചു കുറച്ചും കൂടി ഗുഡുള്ള സാധനം ഉണ്ടെങ്കിൽ ഇടക്കിടക്കിങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അവസാനം പിന്നീട് രാത്രി ഒരു ഉമ്മയും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഞാൻ വളരെ ഹാപ്പി ആയി. 2-3 മാസം കൊണ്ട് ഞാൻ വിചാരിച്ച് എക്സ്ട്രീം അപ്പുറത്തേക്ക്. പിന്നീട് ഫോൺ വിളിക്കാൻ തുടങ്ങി. അതുവരെ മെസ്സേജ് ആണല്ലോ. പിന്നീട് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കണം. ഞാൻ ഹായ് പറക്കണം, കറങ്ങണം. ഞാൻ വെച്ച് പണ്ടേ പറക്കണം. അതുകൊണ്ട് എന്റെ കല്യാണത്തിന് ഞാൻ ഒരു പായസം കൂടി കൊടുത്ത്, മനസ്സിലായില്ല. അങ്ങനെ ഈ സ്വപ്ന ലോകത്ത് വൈകുന്നേരത്തെ ഉമ്മ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാത്രിയത്തെ ആ ഉമ്മ കിട്ടിയപ്പോ എന്നോട് പലപ്പോഴും ഡ്യൂട്ടിക്കിടയിൽ അമ്മക്ക് ശീലമില്ലല്ലോ, അതുകൊണ്ട് കൊടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് പലപ്പോഴും മറന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ ഫോണിലുള്ള ചീത്ത, ഇന്നലെ തുമ്മ എടുത്തു, മനസ്സിലായില്ലേ. ഞാൻ അതും കൂടി കൂട്ടിക്കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് പാരന്റ്സ് എത്ര സുന്ദരമാണ് ലോകം. ഉമ്മ കൊടുക്കുന്നു, തരുന്നു, അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഹായ് വിടുമ്പോ പോയി ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, നല്ല രസമില്ലേ. അങ്ങനെ ഞാനൊരു കല്യാണമൊക്കെ കഴിച്ച് ഞാനും വളരെ പ്രതീക്ഷയിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരണം, സ്വാഭാവികമായിട്ടും അവിടെയാണ് നമ്മളെ വിഷയം. ഇപ്പൊ ഞാനും ഭാര്യയും കാണുമ്പോഴേ അതിന് കാരണം എനിക്ക് പലപ്പോഴും തോന്നിയെന്നറിയാം. ഞാനത് നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അതും കൂടി നോക്കണമല്ലോ. ആരുമല്ല ഇത് കാരണക്കാർ. ഈ 6 മാസം ഞങ്ങളൊക്കെ സംസാരിച്ചത് സ്വപ്നങ്ങളെ കുറിച്ച് മാത്രമാണ്. പറക്കുന്നു, കറങ്ങുന്നു, മനസ്സിലായി, ഉമ്മ കൊടുക്കുന്നു, ഗുഡ് ആഫ്റ്റർനൂൺ, അതിനപ്പുറം ഒരു 2 കുട്ടികളല്ലെങ്കിൽ ആയപ്പോ ഐറ്റിയുടെ ചൊറിയിനെ കുറിച്ച് ഇതുവരെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അവരുടെ ഫീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് ഈ പ്രണയ ലോകത്ത് നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ ജീവിതത്തിലേക്ക് വന്നപ്പോ പൊരുത്തക്കേടിന്റെ കുറെ പ്രളയം വന്നു. സ്വാഭാവികമായിട്ടും അടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് രാവിലെ ആകുമ്പോൾ ദേഷ്യം ഒരു ഗുഡ് ആഫ്റ്റർനൂൺ എനിക്ക് വേണ്ട, മനസ്സിലായില്ലേ. കാരണം രാവിലെ ആകുമ്പോൾ ഓള് തുടങ്ങും ഊരവേദന, കഴുത്ത് വേദന, പെണ്ണിന്റെ ഫീസ്, ചെക്കന്റെ മൂക്കൊലിപ്പ്, ഹൊറിബിൾ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാര്യന്റെ ഊരവേദനയെ എനിക്ക് പ്രശ്നമുള്ളൂ. അതാണ് എനിക്ക് എന്റെ അപ്പുറത്തെ വീട്ടിലോ എന്റെ ഭാര്യന്റെ ഊരവേദന കാണുമ്പോൾ എനിക്ക് ഞാൻ വളരെ ആശ്വസിപ്പിക്കുന്നുണ്ടോ, മനസ്സിലായില്ലേ. ഡോക്ടറെ കാണിക്കണം, നമുക്ക് ഞാൻ കൊണ്ടുപോവാ, ഇന്ന ടോക്കൺ എടുക്കണം, എന്റെ ബൈക്കിന്റെ പുറകെ കയറിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ പങ്കെടുക്കും. പക്ഷെ നമ്മൾ വീട്ടിലുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പലപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, കല്യാണം കഴിക്കുമ്പോൾ ഒരു ക്ലാസ് കിട്ടണേ. കഴിച്ചാൽ ഇങ്ങനെയല്ല പ്രശ്നം. നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? നിങ്ങൾ പറഞ്ഞ വളരെ ഹാപ്പി എന്നൊക്കെ പറഞ്ഞല്ലോ. വളരെ ഹാപ്പിയാണോ കല്യാണത്തിന്? അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, അത് ശുദ്ധ കള്ളത്തിലാണ്. ഞാൻ ഇതിനൊന്നും എതിരല്ല, മനസ്സിലായില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ജീവിതത്തിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്